ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അച്ചാറൊക്കെ ഉണ്ടാക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ചെമ്മിപ്പുളി മത്തിക്കറിയിൽ പറഞ്ഞിരുന്നില്ലേ, ചെമ്മിപ്പുളി കുറച്ചിപ്പോൾ അച്ചാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി ചെമ്മിപ്പുളി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെമ്മിപ്പുളി അച്ചാർ ഉണ്ടാക്കും കേട്ടോ. നന്നായിട്ട് ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മിപ്പുളി അച്ചാർ വേഗം തന്നെ ഉണ്ടാക്കാം. എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മിപ്പുളി അച്ചാർ അല്ലെങ്കിൽ ഇരുമ്പൻപുളി അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്മിപ്പുളി അല്ലെങ്കിൽ ഇരുമ്പൻപുളി. പല സ്ഥലത്തും പല പേരാണ് പറയുക ഈ പുളിയെ. അപ്പോൾ ഇത് ഞാൻ എന്താ റൗണ്ടിൽ ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം കനമില്ല കേട്ടോ, ചെറിയൊരു തിക്നെസ്സേ ഉള്ളൂ. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 കപ്പ് പുളിയുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കായിട്ട് 6 പച്ചമുളക്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ അച്ചാറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യം നമ്മൾ കുറച്ച് 1-2 ഇൻഗ്രീഡിയൻസ് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ട് വേണം ഈ അച്ചാർ റെഡിയാക്കാൻ. അപ്പോഴാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കട്ടെ. നമ്മുടെ പാനിലേക്ക് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ കടുകും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവയും ചേർക്കാം. ഇതൊന്ന് നന്നായി ചൂടായി കളറൊന്ന് മാറി വരണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എണ്ണ ഒഴിക്കാതെ വേണം കേട്ടോ ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. എണ്ണ ഒഴിച്ചിട്ടല്ല നമ്മൾ ചൂടാക്കുന്നത്. വേഗം തന്നെ ചൂടായി കിട്ടും. അധിക സമയമൊന്നും എടുക്കില്ല. വളരെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. കൂടുതൽ ക്വാണ്ടിറ്റി അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സമയം കൂടുതൽ എടുക്കുകയുള്ളൂ. കണ്ടോ, ഉലുവയുടെ കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ആയി വരട്ടെ. അപ്പോൾ ഈ അച്ചാറിൽ നമ്മൾ ഉലുവ പൊടി ചേർക്കില്ല കേട്ടോ. ഉലുവ ഇതുപോലെ ചേർക്കുന്നതുകൊണ്ടാണ് ഉലുവ പൊടി ചേർക്കാത്തത്. കടുകൊക്കെ പൊട്ടി തുടങ്ങുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഉണ്ടെങ്കിൽ കടുകും ഉലുവയും എല്ലാം റെഡി ആയി വരും കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ ഞാൻ നല്ലെണ്ണ ഒഴിക്കുകയാണ്. നമ്മളെല്ലാ അച്ചാറുകളും ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാൻ നല്ലതെന്നുള്ളത്. അത്യാവശ്യം കുറച്ച് എണ്ണ വേണം കേട്ടോ, എന്നാലേ അച്ചാർ മോശമായി പോവാതിരിക്കുള്ളൂ. ഇനി ഈ നല്ലെണ്ണയിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് പൊട്ടിക്കഴിയുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. വലിയ വെളുത്തുള്ളി മാത്രം ഞാനൊന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി അങ്ങനെ തന്നെ ചേർത്തിട്ടേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് കുക്കായി വരണം ഈ എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ സോഫ്റ്റ് ആയി വന്നോളും. പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കില്ലല്ലോ, ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ഉപയോഗിക്കുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലേക്ക് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു 5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2.5 ടീസ്പൂൺ മതി. ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് അച്ചാറിന് വേണ്ട ഉപ്പ് ചേർക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അച്ചാറാകുമ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ കൂടുതലായിട്ട് ചേർത്താലേ കഷ്ണങ്ങളിലേക്കൊക്കെ ഉപ്പ് പിടിച്ച് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഇതിലേക്ക് ഞാനിനി 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പുളിക്ക് നല്ല പുളിയുള്ളതാണ്. അപ്പോൾ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യണം, എരിവ് ബാലൻസ് ചെയ്യണം. അതിനായിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പുളി ചേർക്കാം. പുളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രേവി അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് വരെ തിളപ്പിച്ച വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ അധികം ഗ്രേവി ഉള്ള രീതിയിൽ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് കുറച്ച് വിനീഗർ ചേർക്കുന്നുണ്ട്. പുളി ഉണ്ടെങ്കിലും കുറച്ച് വിനീഗറും കൂടി ചേർത്താൽ അച്ചാർ പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ പുളിയിൽ നിന്ന് 2 ദിവസം കഴിയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത്. വെള്ളം ചേർക്കുകയാണെങ്കിൽ തന്നെ 1/4 കപ്പ് തിളപ്പിച്ച വെള്ളം നല്ല ചൂടോടെ തന്നെ ചേർക്കാം കേട്ടോ. ഇനി ഇത് ഇതുപോലെ ഒന്ന് ഇരിക്കട്ടെ. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ കടുകും ഉലുവയും പൊടിച്ചതാണ് ചേർക്കേണ്ടത്. അത് ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കടുകും ഉലുവയും ഞാൻ ഇതാ ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർക്കാണ്. അതും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിക്കണ്ട കേട്ടോ. ആ ചെറിയൊരു തരിതരിപ്പോടെ പൊടിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പുളിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വിനീഗർ ചേർക്കാം. ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ തിളപ്പിച്ച വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടത്. വിനീഗർ ചേർത്തതിന് ശേഷം ഞാനൊന്ന് എരിവും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പുളിയും എരിവും എല്ലാം ഉണ്ട്. ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാറിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മസാല ഉള്ളത്. ഈ രീതിയിലുള്ള അച്ചാറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ രീതിയിൽ മതി. ഇല്ലെങ്കിൽ കുറച്ചുകൂടി വിനീഗർ, പുളി അനുസരിച്ച് വിനീഗർ ആഡ് ചെയ്യുക. പുളി കൂടുതലാണെങ്കിൽ വിനീഗർ ചേർക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ കുറച്ചുകൂടി ഒന്ന് വിനീഗർ ചേർക്കുന്നുണ്ട്. പുളി അധികം ഓവറായിട്ടില്ല. അപ്പോൾ 4 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് വിനീഗർ വേണ്ട. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. പക്ഷെ ഞാനിത് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നില്ല. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടേ പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. ഈ അച്ചാർ ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മോശമായി പോവാത്ത അച്ചാറാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ തിളപ്പിച്ച വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയായിരിക്കും നല്ലത്. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് അച്ചാർ റെഡി ആയി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതുപോലെ വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് അച്ചാർ യൂസ് ചെയ്യാം. ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്കൊരു
2 മാസത്തേക്കൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ 1 വർഷം വരെ മോശമായി പോവാത്ത രീതിയിൽ ഈ അച്ചാർ ഇരുന്നോളൂ കേട്ടോ. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് നല്ലെണ്ണ കൂടുതൽ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആദ്യമേ അച്ചാർ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം അച്ചാർ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചെമ്മിപ്പുളി അച്ചാർ ഇതാ റെഡി ആയിക്കഴിഞ്ഞു. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്ന രീതിയിൽ നന്നായിട്ട് ആ ചെമ്മിപ്പുളിയിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ നന്നായി മിക്സായി പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഉണ്ടാക്കി വെച്ചിട്ട് അന്ന് തന്നെ യൂസ് ചെയ്യുന്നതിനേക്കാൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ടായിരുന്നില്ല. ഇത് ചെമ്മിപ്പുളിയിൽ നിന്നുള്ള ആ ഒരു ജ്യൂസും കൂടി ഇറങ്ങി വന്നിട്ടാണ് ഇത്രയും ഗ്രേവി ഉള്ളത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവുണ്ടോ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ചെമ്മിപ്പുളിയിൽ നിന്നുള്ള ജ്യൂസ് വീണ്ടും ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ ഉപ്പിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുക. അപ്പോൾ എന്തായാലും ചെമ്മിപ്പുളിയുടെ സീസണാണ്. എല്ലാവരും ചെമ്മിപ്പുളി അച്ചാറൊക്കെ ഉണ്ടാക്കി ചോറിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കൂ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോയുടെ താഴൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഈ ചെമ്മിപ്പുളി അച്ചാർ എന്നുള്ളത്. വളരെ ഈസി അല്ലേ? എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടമാങ്ങ അച്ചാറൊക്കെ ചെയ്തപ്പോൾ മാങ്ങ ഉണക്കിയൊക്കെ എടുക്കണമായിരുന്നു. ഇതാവുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കാൻ പറ്റിയ അച്ചാറാണ്. വേഗം തന്നെ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തൊന്ന് വാട്സാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അച്ചാർ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒരു ലൈക്കും കൂടി തരിക. പിന്നെ ഈ അച്ചാർ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുക കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ നനവ് ഒട്ടും ഇല്ലാതെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ അച്ചാർ മോശമായി പോവും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.